ഹലോ എവരിവൺ, ഫിസിക്സ് ബോസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ പാർട്ട് 2 വീഡിയോസാണ്. ഓക്കെ, പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പം പാർട്ട് 2 പെട്ടെന്ന് തന്നെ പോകാം. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടൻസ് നോക്കാം. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ആൻഡ് യൂണിറ്റ്സ് ആൻഡ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത ഭാഗം നമ്മൾ സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എന്താണോ പഠിക്കുന്നുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് പഠിക്കും. അതിനുശേഷം ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്നും പഠിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം വേഗം തന്നെ അതിലേക്ക് പോകാം. ഓക്കെ, ഈ സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് ഡിറൈവ് ചെയ്ത് തരുന്ന യൂണിറ്റ് എന്ത് ചെയ്യുക? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയാം. അതുപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് ഡിറൈവ് ചെയ്ത് കിട്ടുന്ന യൂണിറ്റുകൾ എന്ത് ചെയ്യുക? ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഓക്കെ, ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആണ്. ഓക്കെ, നമുക്കറിയാം ഒന്നെങ്കിൽ ചില യൂണിറ്റുകൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റുകളായിട്ടോ അല്ലെങ്കിൽ ബേസിക് യൂണിറ്റുകളായിട്ടോ എന്ത് ചെയ്യാം? നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്നറിയാം. ഇങ്ങനെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് ആയിട്ടോ ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുക? സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എന്ന് പറയാം. മനസ്സിലായോ? ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആയിട്ടോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത യൂണിറ്റുകൾ എന്താ പറയുക? സപ്ലിമെൻ്ററി യൂണിറ്റ്സ്. പ്രധാനമായും 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സുകളുണ്ട്. ഒന്നാണ് പ്ലെയിൻ ആംഗിൾ, നമ്മുടെ കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ആംഗിൾ. പിന്നെ സെക്കൻഡ് വൺ ആണ് സോളിഡ് ആംഗിൾ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇവയ്ക്ക് രണ്ടേയും ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്ന് പറയാം. എന്താണ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ്? അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യം മനസ്സിലാക്കുക. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടോ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ടോ ഡിറൈവ്ഡ് യൂണിറ്റ് ആയിട്ടോ എന്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത യൂണിറ്റുകൾ ഉണ്ടാവില്ലേ, അതിനാണ് എന്താ പറയുക? സപ്ലിമെൻ്ററി യൂണിറ്റ്സ്. രണ്ടെണ്ണം ഉണ്ട്, പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. ഇതിനെന്ത് ചെയ്യുക? ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഒരു പ്ലെയിൻ ആംഗിൾ എന്താണെന്ന് നോക്കാം. ശരി, ഒരു പ്ലെയിനിൽ നമ്മൾ വരയ്ക്കുന്ന ആംഗിളിനാണ് എന്താ പറയുക? പ്ലെയിൻ ആംഗിൾ എന്ന് പറയാം. നമ്മൾ പ്ലെയിനിൽ വരയ്ക്കുന്ന ആംഗിളിനെ എന്താ ചെയ്യുക? പ്ലെയിൻ ആംഗിൾ എന്ന് പറയാം. ഓക്കെ, പ്ലെയിൻ ആംഗിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തീറ്റ എന്നാണ് കേട്ടോ. തീറ്റ. ക്ലിയർ ആണല്ലോ? അതിന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു 2 ഡയമെൻഷണൽ 2D കേട്ടോ, 2 ഡയമെൻഷണൽ ആംഗിളാണ്. എന്താണ്? 2 ഡയമെൻഷണൽ ആംഗിളാണ് എന്ത് ചെയ്യുക? ഈ പ്ലെയിൻ ആംഗിൾ എന്ന് പറയാം. പ്ലെയിൻ ആംഗിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തീറ്റ എന്നാണ്. ഓക്കെ, അതായത് സപ്പോസ് നമ്മൾ ഒരു എന്ത് ചെയ്യുക? ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ബോർഡിലോ വരയ്ക്കുന്ന പ്ലെയിനാണ് എന്ത് ചെയ്യുക? പ്ലെയിൻ ആംഗിൾ എന്ന് പറയാം. അപ്പം നമ്മൾ ഒരു പ്ലെയിൻ ആംഗിൾ നമ്മളൊരു ബോർഡിൽ ഇപ്പോൾ ഒരു സർക്കുലർ ഷേപ്പ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ ഒരു ഇതാണ് ബോഡിയുടെ ഇത് സെൻറ്ററാണ്. ആ സെൻറ്ററിൽ നിന്ന് ഒരു ഭാഗത്തേക്കുള്ള റേഡിയസ് ആണ് OA എന്ന് പറയാം. പിന്നെ A എന്ന ബോഡി മൂവ് ചെയ്യുമ്പം B എന്നുള്ള പോയിന്റിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, വിചാരിക്കുക. അപ്പോൾ ഇതിനിടയിലുള്ള ആംഗിൾ ഉണ്ടാവുമല്ലോ, ഈ ആംഗിളാണെന്ന് പറയാം പ്ലെയിൻ ആംഗിൾ എന്ന് പറയാം, തീറ്റ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ? അപ്പോൾ ഇനി ഈ പ്ലെയിൻ ആംഗിളിനെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പ്ലെയിൻ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് പറയാൻ പോകുന്നത്. പ്ലെയിൻ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എന്താ? ഇവിടെ കിട്ടുന്ന എന്താ? ആർക്ക് ലെങ്ത് ആട്ടോ. ആർക്ക് ലെങ്ത്. ഈ AB എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് പറയാം. ഈ ആർക്കിൻ്റെ ലെങ്ത് ഡിവൈഡർ ബൈ എന്താണ്? റേഡിയസ് ആണ്. ആർക്ക് ലെങ്ത് ഡിവൈഡർ ബൈ റേഡിയസ് ആണ് എന്ത് ചെയ്യുക? പ്ലെയിൻ ആംഗിൾ തീറ്റ എന്ന് പറയുക. പ്ലെയിൻ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ഡിവൈഡർ ബൈ റേഡിയസ് ആണ്. ഓക്കെ, ഇവിടെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര? ശ്രദ്ധിക്കുക, ആർക്ക് ലെങ്ത് പറഞ്ഞാൽ AB അല്ലേ, റേഡിയസോ OA അല്ലേ. ഓക്കെ, ഈ ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസിനെ പറയുന്ന പേരാണ് പ്ലെയിൻ ആംഗിൾ. അപ്പം ഇതിനൊരു യൂണിറ്റ് ഉണ്ട് പ്ലെയിൻ ആംഗിളിന്. അതിൻ്റെ യൂണിറ്റ് ആണ് റേഡിയൻ. എന്താണ്? റേഡിയൻ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമുക്ക് എഴുതാം. യൂണിറ്റ് എന്താ? റേഡിയൻ. RAD എന്ന് റെപ്രസെൻ്റ് ചെയ്യും കേട്ടോ, റേഡിയൻ. അപ്പം പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് ആണ് റേഡിയൻ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. നമ്മളിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. എന്താണ് ഒരു സോളിഡ് ആംഗിൾ? ഇത്രയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരു ഫുട്ബോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
നമ്മൾ ഇതിൻ്റെ ഷേപ്പ് എന്താ, ഒരു സ്പിയർ അല്ലേ, സ്പെറിക്കലിൻ്റെ ഷേപ്പ് അല്ലേ അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു സ്പിയർ ആണെന്ന് കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ സ്പിയർ എടുക്കുകയാണെങ്കിൽ ആ സ്പിയറിൻ്റെ ഒരു എൻഡിൽ നിന്നിട്ട് മറ്റേ എൻഡിലേക്ക് എന്ത് ചെയ്യുക, ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഡിസ്റ്റൻസ് അളക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു കോണായിട്ടല്ല അളക്കുക. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു സ്പിയർ ആയിട്ട് ഇമാജിൻ ചെയ്യണേ. ഇതൊരു സ്പിയർ ആണെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ നിന്ന് നമ്മൾ എന്തൊരു ലൈൻ വരച്ചു. ഇതാണ് O, ഇത് A എന്നുള്ള പോയിന്റ്. അപ്പോൾ നമ്മൾ ഒരു സ്പിയറിന് ഒരു കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പല്ലേ ഉണ്ടാവുക, ഒരു കോൺ ഷേപ്പല്ലേ ഉണ്ടാവുക. അതാണ് അങ്ങനെ ഈ കോൺ ഷേപ്പിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഇല്ലേ, ഈ ആംഗിളിനാണ് എന്ത് പറയുക, സോളിഡ് ആംഗിൾ എന്ന് പറയാം. സോളിഡ് ആംഗിൾ റെപ്രസെൻറ്റ് റെൽറ്റർ ഒമേഗ. എന്താണ് ഒമേഗ. ശരി, ഇതാണ് അതിൻ്റെ റേഡിയസ്, ഇത് റേഡിയസ് ആണ്. ഓക്കെ, അപ്പം ഇത് ബി ആണ്. അപ്പം ഒരു സോളിഡ് ആംഗിളിൻ്റെ ഇടയിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു സോളിഡ് ആംഗിളിൻ്റെ റേഡിയസിൽ നിന്നിട്ട് നമ്മൾ ഒരു എൻഡിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ആ എൻഡിൽ നിന്ന് മറ്റൊരു ഇതിലേക്ക് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പല്ലേ കിട്ടുക നമുക്കൊരു, ഒരു സ്പിയർ ഷേപ്പല്ലേ കിട്ടുക, അതൊരു കോൺ ഷേപ്പാണ് കിട്ടുക. ആ കോൺ ഷേപ്പ് ഇല്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുക, സോളിഡ് ആംഗിൾ എന്ന് പറയാം. അത് ഉണ്ടാക്കുന്ന ആംഗിളാണ് സോളിഡ് ആംഗിൾ. ഓക്കെ, സോളിഡ് ആംഗിൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു 3D ആംഗിളാണ് കേട്ടോ. 3 ഡയമെൻഷണൽ ആംഗിളാണ് എന്ത് ചെയ്യുക, സോളിഡ് ആംഗിൾ. ഇനി അതിൻ്റെ ഇക്വേഷൻസ് എന്താണെന്ന് നോക്കണം, അതുപോലെ തന്നെ യൂണിറ്റുകളാണ്. ഇപ്പോൾ സോളിഡ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒമേഗ എന്ന് പറയും. എന്താണ് ഒമേഗ ഇസിക്കൽ ടു ഇവിടെ കിട്ടുന്ന ആ ഒരു ഭാഗമില്ലേ, ഇവിടെ കിട്ടുന്ന ആ ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗമില്ലേ, അവിടെയാണ് എന്ത് ചെയ്യുക, സർഫസ് ഏരിയ എന്ന് പറയാം. എന്താണ് സർഫസ് ഏരിയ. അപ്പോൾ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ഡിവൈഡർ ബൈ എന്താണ്, റേഡിയസിൻ്റെ സ്ക്വയർ കേട്ടോ. റേഡിയസിൻ്റെ സ്ക്വയർ ആണ് എന്ത് ചെയ്യുക, സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ ഒമേഗ പറഞ്ഞാൽ സർഫസ് ഏരിയ ബൈ റേഡിയസിൻ്റെ സ്ക്വയർ. അപ്പം അതിന് ഇക്വേഷൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ യൂണിറ്റുകൾ കേട്ടോ. യൂണിറ്റ് നമ്മൾ പ്ലെയിൻ ആംഗിൾ നേരത്തെ യൂണിറ്റ് പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്ലെയിൻ ആംഗിൾ, നമ്മൾ റേഡിയൻ എന്ന് പഠിച്ചിട്ടില്ലേ. ഇത് നേരെ എന്ത് ചെയ്യുക, സ്റ്റെറീഡിയൻ എന്നാണ് പറയാം. എന്താണ് സോളിഡ് ആകുമ്പോൾ സ്റ്റെറീഡിയൻ എന്നാട്ടോ പറയാം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ സോളിഡ് ആംഗിളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നമ്മൾ സാധാരണ യൂണിറ്റ്സ് ചെയ്യുന്ന കുറച്ച് യൂണിറ്റുകളാണ്, ബേസിക്കായിട്ട് ജനറലായിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റുകളാണ്. അപ്പം ഇത് എന്തൊക്കെയാണെന്ന് എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. ഓക്കെ, നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അതുപോലെ തന്നെ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അതുപോലെ തന്നെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സർക്കിളിൽ റേഡിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ അതായത് 2π എന്നാണ് പറയാം. അതല്ലേ 2π. സർക്കിളിൻ്റെ ടോട്ടൽ റേഡിയസ് എടുക്കുമ്പോൾ 2π ആണ് വരിക അല്ലേ. ഓക്കെ, പിന്നെ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ ആട്ടോ. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പം പറഞ്ഞത് റേഡിയൻ 1 ബാർ എന്നാൽ 10⁵ പാസ്കലാണ്. 1 ബാർ എന്നാൽ 10⁵ പാസ്കലാണ്. അതുപോലെ തന്നെ 1 ATM എന്ന് പറഞ്ഞാൽ 1.013 × 10⁵ പാസ്കൽ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. എന്താണ് ലീസ്റ്റ് കൗണ്ട്? സംഭവം എളുപ്പമുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവിനാണ് എന്ത് പറയുക, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. മനസ്സിലായ? ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് എന്ത് ചെയ്യുക, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? സ്മോളസ്റ്റ് റീഡിംഗ് ഒബ്റ്റെയിൻഡ് വെൻ മെഷറിംഗ് വിത്ത് ആൻ സ്മോളസ്റ്റ് റീഡിംഗ് ഒബ്റ്റെയിൻഡ് വെൻ മെഷറിംഗ് വിത്ത് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനാണ് എന്ത് ചെയ്യുക, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. അപ്പോൾ സപ്പോസ് നമ്മൾ ഇവിടെ ഒരു സ്കെയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു സ്കെയിൽ കൊടുത്തിട്ടപ്പോൾ ഈ സ്കെയിലിൻ്റെ നമുക്കറിയാം ഇതൊരു സെൻറ്റിമീറ്റർ സ്കെയിലാണ് അല്ലേ. സെൻറ്റിമീറ്ററുള്ള സ്കെയിലാണ് അല്ലേ. ഈ സെൻറ്റിമീറ്റർ സ്കെയിലാണ്. ഈ സെൻറ്റിമീറ്റർ സ്കെയിലിൻ്റെ ഇതാണ് അല്ലേ 0 to 1 ഇടയിൽ എന്ത് ചെയ്യുക, സെൻറ്റിമീറ്റർ അല്ലേ ഉള്ളത്. ഇത് സെൻറ്റിമീറ്റർ ആണ്. ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ എക്സെട്ര ടു 6 സെൻറ്റിമീറ്റർ അല്ലേ. ഓക്കെ, ഈ സെൻറ്റിമീറ്ററിന് ഇടയ്ക്ക് കാണുന്ന ഈ റീഡിംഗ് ഇല്ലേ, ഇതൊക്കെ മില്ലിമീറ്റർ അല്ലേ.
മില്ലിമീറ്റർ അല്ലേ, ഇതൊക്കെ എന്താ മില്ലിമീറ്റർ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലോ ഇവിടെയുള്ള ചെറിയ അളവ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ അല്ലേ. അപ്പം നമ്മുടെ കയ്യിലുള്ള ഈ സ്കെയിലിൻ്റെ ഏറ്റവും ചെറിയ അളവ് എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ അല്ലേ. ഓക്കെ, ആ മില്ലിമീറ്ററിനാണ് എന്ത് പറയുക ഈ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവിനാണ് എന്ത് ചെയ്യുക ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ടിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുക. ക്ലിയർ ആണല്ലോ? ശരി, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഈ മെഷർമെൻറ്റ് ലെസ് ദാൻ മില്ലിമീറ്റർ റീഡിങ്. ഓക്കെ, മില്ലിമീറ്റർ റീഡിങ് വരെ നമുക്ക് എന്ത് ചെയ്യുക സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പറ്റും. എങ്ങനെ ഇനി മില്ലിമീറ്ററിനെക്കാട്ടി ചെറിയ അളവ് എങ്ങനെ അളക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ബേസിക്കായിട്ട് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമ്മളെ ഫിസിക്സ് ലാബിൽ ചെയ്യാൻ പോകുന്ന 2 എക്സ്പെരിമെൻറ്റ്സ് ആണ് വെർനിയർ കാലിപ്പേഴ്സ് ആൻഡ് സ്ക്രൂ ഗേജ്. എന്താണ് വെർനിയർ കാലിപ്പേഴ്സ് ആൻഡ് സ്ക്രൂ ഗേജ്? ഓക്കെ, അതിൻ്റെ ഡയഗ്രാംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വെർനിയർ കാലിപ്പേഴ്സിൻ്റെ ഡയഗ്രാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പറയുന്നില്ല. നിങ്ങൾക്ക് +2 പ്രാക്ടിക്കലിനുള്ള ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ലാബിൽ കൂടുതൽ പഠിക്കാൻ പറ്റും. പിന്നെ ഉള്ളതാണ് സ്ക്രൂ ഗേജ്. ഓക്കെ, സ്ക്രൂ ഗേജ് എന്ന് പറയുമ്പോഴും ഇതിലും നമുക്ക് എന്ത് ചെയ്യാം ലാബിൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യമാണ്. അപ്പം ഇതിനെക്കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ 2 കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ശരി, ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ വെർനിയർ കാലിപ്പേഴ്സ് ഉണ്ട് അല്ലേ. ഈ വെർനിയർ കാലിപ്പേഴ്സിന് എടുക്കുമ്പോൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാമെന്ന് നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ് വെർനിയർ കാലിപ്പേഴ്സിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക 1 മില്ലിമീറ്റർ 1 mm, അതായത് 1 mm/10 ആണ്. 1 mm/10 എന്ത് പറയുക അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. 1 mm എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്ററിന് എഴുതി കൂടെ എഴുതാലോ /10. അങ്ങനെ വരുമ്പോൾ എത്ര വരും? 10⁻⁴ മീറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ വെർനിയർ കാലിപ്പേഴ്സിൻ്റെ ലീസ്റ്റ് കൗണ്ട് പറഞ്ഞാൽ 10⁻⁴ മീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? ഈ സ്ക്രൂ ഗേജ് ആകുമ്പോൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ 1 mm/100 ആണ്. മനസ്സിലായോ? അപ്പം അതായത് 10⁻³ മീറ്റർ/100. അപ്പോൾ 10⁻⁵ മീറ്റർ. ഓക്കെ, അതായത് 2 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. വെർനിയറിൻ്റെ ലീസ്റ്റ് കൗണ്ടും സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ടും. ഓക്കെ, ഇനി അടുത്ത പഠിക്കുകയാണ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. മനസ്സിലായോ? ഈ വെർനിയറിനെക്കാട്ടിയും ചെറിയ അളവുകളാണ് എന്ത് ചെയ്യുക സ്ക്രൂ ഗേജിൽ നമുക്ക് മെഷർ ചെയ്യണേ. അതുപോലെ തന്നെ സ്ക്രൂ ഗേജിനെക്കാട്ടിയും ചെറിയ അളവുകളാണ് നമുക്ക് എന്ത് ചെയ്യുക ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക അളക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പം ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ 10⁻⁷ മീറ്റർ ആണ് കേട്ടോ. 10⁻⁷ മീറ്റർ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് പറഞ്ഞാൽ നമ്മൾ ഈ സെല്ലിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സെല്ലിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, ഈ ആറ്റത്തിൻ്റെ അങ്ങനെയുള്ള മനസ്സിലാക്കാനാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ 10⁻⁻10 മീറ്റർ ആണ്. എന്താണ് 10⁻⁻10 മീറ്റർ? ഓക്കെ, പിന്നെ വേറെയുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് സ്കാനിങ് ടണൽ മൈക്രോസ്കോപ്പ് എന്ന് പറയാം. അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 10⁻⁻12 മീറ്റർ ആണ്. അതായത് പൈക്കോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ബേസിക്കായിട്ട് പറയേണ്ട കാര്യം വെച്ചാൽ ഒന്ന് വെർനിയറും ഒന്ന് സ്ക്രൂ ഗേജ് ആണ്. ക്ലിയർ ആണല്ലോ? ഇവ രണ്ടും ഡിസ്കസ് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഇതാണ് പ്രധാനമായിട്ടും വേണ്ടത്. ബാക്കിയുള്ളതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് പറയാം. നമ്മൾ നേരത്തെ പഠിച്ച മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതായത് പിന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റി, കറൻറ്റ്, അങ്ങനെയുള്ള കുറേ 7 എണ്ണം ഉണ്ട്. അപ്പം ഇതിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കണം. ശരി, ഇപ്പം മാസിനെ നമ്മൾ ക്യാപിറ്റൽ M, ലെറ്റർ M നോടെ സൂചിപ്പിക്കുക കേട്ടോ. ഈ ഡയമെൻഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ M സ്ക്വയർ ബ്രാക്കറ്റിൽ, ലെങ്ത് ആകുമ്പം ക്യാപിറ്റൽ L, ടൈം ആകുമ്പം ക്യാപിറ്റൽ T, ടെമ്പറേച്ചർ ആകുമ്പം അതിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള കെൽവിൻ്റെ
എഴുതാം. എന്നിട്ട് അതിന് സ്ക്വയർ ബ്രാക്കറ്റ് ചെയ്യാം. കറൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ആംബിയറിൻ്റെ എ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കറൻറ്റിനെ ഐ എന്നുള്ള തരത്തിൽ സൂചിപ്പിക്കലോ, അതിനോട് സ്ക്വയർ ബ്രാക്കറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ലൂമിനസ് ഇൻറ്റൻസിറ്റി. അതിന് നമ്മൾ കാൻഡില എന്നല്ല എൻ്റെ യൂണിറ്റ്, സി ഡി എഴുതിയിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്താ, മോൾ അല്ലേ, MOL. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക ആദ്യം പഠിക്കേണ്ടത്. ഡയമെൻഷൻസ് ഓഫ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതെണ്ണുണ്ടെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ട് അപ്പോൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡയമെൻഷൻസ് ഓഫ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ ലെങ്ത്ത് ആകുമ്പോൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ലെങ്ത്തിൻ്റെ വരുമ്പോൾ ലെങ്ത്താണ്. ലെങ്ത്ത് ആകുമ്പോൾ ക്യാപിറ്റൽ L, പിന്നെ മാസ് ക്യാപിറ്റൽ M, ടൈം ക്യാപിറ്റൽ T, ടെമ്പറേച്ചർ കെൽവിൻ, കറൻറ്റ് AOI, ലൂമിനസ് ഇൻറ്റൻസിറ്റി CD, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങൾ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായി പഠിക്കുക. ഇത് രണ്ടാമത്തെ എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അതിന് ബാക്കി എങ്ങനെയാണ് ഡയമെൻഷൻസ് എഴുതാവുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ നോക്കാം, ചെറിയ ട്രിക്കായിട്ട് പറയാം. ഇത് ആക്ച്വലി ട്രിക്ക് എന്നതിനപ്പുറം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയെ നമുക്ക് അതിന് ഡിറൈവ് ചെയ്ത് വരുന്ന ക്വാണ്ടിറ്റിയാണ് എന്താ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഓക്കെ, ഈ പ്രധാനമായിട്ടും നമ്മൾ എക്സാമിന് ചോദിക്കുക ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ചോദിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തായാലും മാസോ ലെങ്ത്തോ ടൈമോ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ടേംസിലെങ്കിലും എന്തായാലും റെപ്രസെൻറ്റ് ചെയ്യാനുണ്ടാകും. മനസ്സിലായോ? അപ്പോൾ എന്തൊരു ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ കാണാൻ പറയുമ്പം ഈ മാസിൻ്റെയോ ലെങ്ത്തിൻ്റെയോ ടൈമിൻ്റെ ടേംസിലെ ആയിരിക്കും നിർബന്ധമായിട്ടും. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി കിട്ടിയാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും MLT, ആ ഒരു രീതിയിലായിരിക്കും. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പം കറൻറ്റ്, പിന്നെ ടെമ്പറേച്ചറിൻ്റെയൊക്കെയാണ് കെൽവിന്, അങ്ങനെയുള്ള ഓരോ ക്വാണ്ടിറ്റീസ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഈ ഒരു 3 ക്വാണ്ടിറ്റീസ് എന്തായാലും നിർബന്ധമായിട്ടും ഉണ്ടാകും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെ എഴുതാൻ നമ്മൾ നോക്കാൻ പോണത്. നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഏരിയയുടെ എങ്ങനെ നോക്കാം. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നല്ലേ. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഏരിയൻ്റെ ലെങ്ത് അല്ലേ. അപ്പോൾ അതിന് ലെങ്ത്ത്, അതായത് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, ആണല്ലോ, ക്ലിയർ. അപ്പോൾ ലെങ്ത്തിൻ്റെത് ഡയമെൻഷന് L തന്നെ, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ വീതി അല്ലേ, അതും ലെങ്ത് അല്ലേ. ഓക്കെ, അപ്പോൾ ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ L² കേട്ടോ. ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, L², അതാണ് ഏരിയയുടെ ഡയമെൻഷൻ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് വോളിയത്തിലേക്ക് പോകാം. വോളിയം എന്ന് പറയുമ്പോൾ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അപ്പം ലെങ്ത്തിൻ്റെത് L, ക്ലിയർ അല്ലേ. അതുപോലെ തന്നെ വോളിയത്തിൻ്റെ ആകുമ്പോൾ ലെങ്ത് അല്ലേ, അതുപോലെ തന്നെ ഹൈറ്റ് ആകുമ്പോൾ ലെങ്ത് അല്ലേ. അപ്പം L³ ആണ് എന്ത് ചെയ്യുക വോളിയത്തിൻ്റെ ഡയമെൻഷൻ. ക്ലിയർ അല്ലോ? വോളിയത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ L³ ആണ്. ഇനി അടുത്ത് വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലേ, അപ്പോൾ ലെങ്ത് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് L അല്ലേ. ഓക്കെ, പിന്നെ ടൈമിൻ്റെ എന്താ T തന്നെ അല്ലേ. ഓക്കെ, L/T, അതാണ് എന്ത് ചെയ്യുക വെലോസിറ്റിയുടെ ഡയമെൻഷൻ. അതിന് മുമ്പ് ഇങ്ങനെ എഴുതിക്കോടാം, ഡയമെൻഷൻ L. ഈ ടീനെ മേലോട്ട് എഴുതുമ്പോൾ T⁻⁻1 എഴുതാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ LT⁻⁻1 ആണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ. ഇനി അടുത്തതിലേക്ക് പോകാം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ആക്സലേഷൻ. അപ്പോൾ എന്താണ് ആക്സലേഷൻ നോക്കാം. ആക്സലേഷനെ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, അതിനാണ് എന്ത് ചെയ്യുക ആക്സലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വെലോസിറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. വെലോസിറ്റി LT⁻⁻1 അവിടെ കൊടുക്കാം. LT⁻⁻1 ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ T. ഈ Tയെ മേലോട്ട് കൊണ്ടുപോകാം. അപ്പം LT⁻², ഇതാണ് എന്ത് ചെയ്യുക ഈ ആക്സലേഷൻ്റെ ഡയമെൻഷൻ. ക്ലിയർ ആണല്ലോ? ശരിക്കും ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഡയമെൻഷൻ ഉണ്ട്, എഴുതാൻ വിട്ടതാണ്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത
മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആണ്. പി ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലേ. മാസിൻ്റെ എന്താ ക്യാപിറ്റൽ ലെറ്റർ എം അല്ലേ, എം. ഓക്കെ, വെലോസിറ്റിൻ്റെ എന്താ, വെലോസിറ്റി നേരത്തെ പറഞ്ഞില്ലേ എൽ ടി റേസ് ടു -1 അല്ലേ. എൽ ടി റേസ് ടു, ഒരു മിനിറ്റ്, എൽ ടി റേസ് ടു -1 ആണ് എന്ത് ചെയ്യുക മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ എം, ക്യാപിറ്റൽ എം, എൽ ടി റേസ് ടു -1. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തിലേക്ക് പോകാം. ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെതും അതുപോലെ തന്നെ വർക്കിൻ്റെയും കൂടി നമുക്ക് എഴുതി നോക്കാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻറ്റു ആക്സിലേഷൻ എന്ത് ചെയ്യുക ഫോഴ്സ് എന്ന് പറയുക. ഫോഴ്സിൻ്റെ എം, ക്യാപിറ്റൽ എം, മാസിൻ്റെ ക്യാപിറ്റൽ എമ്മും ആക്സിലേഷൻ്റെ എൽ ഇവിടെ നേരത്തെ പഠിച്ചില്ല, എൽ ടി റേസ് ടു -2 ഇവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും എൽ ടി റേസ് ടു -2. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് എഴുതി നോക്കാം. എം, ക്യാപിറ്റൽ എം, എൽ ടി റേസ് ടു -2. ദിസ് ഈസ് ദ ഡയമെൻഷൻസ് ഓഫ് ഫോഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വർക്ക് എങ്ങനെയാണ് എഴുതാൻ നോക്കാം. വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എന്താ പറയുക, വർക്ക് എന്ന് പറയാം അല്ലേ. ഫോഴ്സിന് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ എം എൽ ടി റേസ് ടു -2 ഫോഴ്സിൻ്റെ, അതിൻ്റെ കൂടെ -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ ലെങ്ത് അല്ലേ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഇതിനെ രണ്ടും കൂടി ഒരുമിച്ച് എങ്ങനെ എഴുതാൻ പറ്റും, എം എൽ സ്ക്വയർ ടി റേസ് ടു -2, എല്ലും എല്ലും കൂടി എൽ സ്ക്വയർ ആയി. ഓക്കെ, ദിസ് ഈസ് ദ ഡയമെൻഷൻസ് ഓഫ് ഫോഴ്സ് ആൻഡ് വർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഡയമെൻഷൻസ് ഓഫ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലേ, 7 ഉണ്ട് ബേസിക് ആയിട്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ ഡയമെൻഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പം ഏരിയ ആകുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് പറയുമ്പോൾ എന്താ എൽ സ്ക്വയർ ആണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ വോളിയം ആകുമ്പോൾ എന്താ എൽ ക്യൂബ് ആണ് അല്ലേ. അതുപോലെ തന്നെ വെലോസിറ്റി ആകുമ്പോൾ എൽ ടി റേസ് ടു -1 ആണ് വെലോസിറ്റിയുടെ ഡയമെൻഷന്. അതുപോലെ തന്നെ ആക്സിലറേഷൻ ആകുമ്പോൾ എൽ ടി റേസ് ടു -2 ആവും. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ എൽ ടി റേസ് ടു -2 ആവും. അതുപോലെ തന്നെ മൊമെൻറ്റം ആകുമ്പോൾ എന്ത് ചെയ്യുക എം എൽ ടി റേസ് ടു -1 ആണ് കേട്ടോ മൊമെൻറ്റം ആകുമ്പോൾ. അതുപോലെ തന്നെ ഫോഴ്സ് ആകുമ്പോൾ എം എൽ ടി റേസ് ടു -2, വർക്ക് ആകുമ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസൊക്കെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലയോ, ഇതെല്ലാം ഇപ്പോൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിൽ എന്ത് ചെയ്യുക, ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പം ഏതെങ്കിലും ഓരോരോ യൂണിറ്റുകൾ ഡയമെൻഷൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നിന്ന് ഡിറൈവ് ചെയ്ത് തന്നെ കിട്ടുന്ന ക്വാണ്ടിറ്റീസ് ആണല്ലോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എഴുതുമ്പോൾ എന്തായാലും എം എൽ ടി റേസ് ടു -2 അല്ലെങ്കിൽ എം എൽ ടി എന്ന ഫോർമാറ്റിലായിരിക്കും. അത് നേരത്തെ ഇവിടെ പറഞ്ഞത്, നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, എം എൽ ടി. അപ്പം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ അപ്പം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിലെ ഓക്കെ, ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് എപ്പോഴും, അതായത് യൂണിറ്റ് പറയുമ്പോൾ ഇങ്ങനത്തെ യൂണിറ്റാണ് ഡിറൈവ്ഡ് യൂണിറ്റ്. ഈ ഡിറൈവ്ഡ് യൂണിറ്റിൻ്റെ ഫോർമാറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും, എം എൽ ടി. ക്ലിയർ ആണല്ലോ. ആ ഒരു ഫോർമാറ്റിലായിരിക്കും എന്തായാലും ഉണ്ടാക്കാം. നമ്മളിവിടെ ലാസ്റ്റ് കണ്ടില്ലേനോ, നമ്മൾ ഇപ്പം നമ്മൾ കണ്ടു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് എക്സാമ്പിളായിട്ട് വർക്ക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ മാസിൻ്റെ ടേംസിലും അതുപോലെ ഇതായിട്ട് മാസിൻ്റെ ടേംസിലോ ലെങ്ത്തിൻ്റെ ടേംസിലോ ടൈമിൻ്റെ ടേംസിലായിരിക്കും വരിക. ക്ലിയർ ആണല്ലോ. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ അതിൻ്റെ കൺക്ലൂഷൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഹാവ് എ നൈസ് ഡേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.